എല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ. അപ്പോൾ നമ്മൾക്കറിയാം, ഓശാന തിരുനാളിനെ പറ്റി പറയുമ്പോൾ ബിബ്ലിക്കലായിട്ട് പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങോട്ട് ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ ഈ ഓശാന തിരുനാളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. അതായത്, നിങ്ങൾ ഓർക്കണം, ആ ഓശാന തിരുനാളിൽ നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു ആ കഴുതയുടെ പുറത്ത് തെരുവീതിയിൽ കൂടെ പോകുമ്പോൾ ആൾക്കാരെല്ലാവരും ഒലിവിങ് കമ്പുകളുകൊണ്ട് ഓശാന ഓശാന എന്ന് ആർത്തുല്ലസിക്കുന്നതും ആർത്ത് വിളിക്കുന്നതും, അതുപോലെ തന്നെ സ്വന്തം ഡ്രസ്സുകളൊക്കെ തറയിൽ വിരിച്ച് കടന്നു പോകാനായിട്ട് അവസരം കൊടുക്കുന്നത്, അതെ, നല്ലൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെയും അപ്രീസിയേഷൻ്റെയും റെസ്പെക്റ്റും ഒക്കെ കാണിക്കുന്ന ഒരു വലിയ ആഘോഷം. ഈ ആഘോഷത്തിന് അടുത്ത് തന്നെ അടുത്ത ആഴ്ച എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. ഈ സെയിം ആളെ തന്നെ ഈ ക്രൗഡ് കുരിശേറ്റി കുരിശുമരണം സമ്മാനിച്ചു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരും. ശരിയാണ്, നമ്മളും നമ്മുടെ ചുറ്റുമുള്ളവർ പറയുന്നത് കേട്ട് ആ ക്രൗഡിനൊപ്പം പോകുവാണെങ്കിൽ ചിലപ്പോൾ ആ ക്രൗഡ് നമ്മളെ പല കാര്യങ്ങൾക്കും അപ്രീഷിയേറ്റ് ചെയ്യും. നീ നല്ലതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. പക്ഷേ എവിടെയെങ്കിലും ഒരവസരം കിട്ടിയാൽ ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ വന്നു കാണും. ചിലപ്പോൾ ഒന്നും കാണത്തില്ലായിരിക്കും. എന്നാലും നമ്മുടെ ചുറ്റുമുള്ളവർ പലപ്പോഴും നമ്മളെ തള്ളിപ്പറയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ പോയിൻ്റ് എടുത്തു എന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരുടെയും അങ്ങനെയുള്ളൊരു ക്രൗഡിൻ്റെ പുറകെ പോകരുത്. നമ്മളെപ്പോഴും നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി നമ്മുടെ കഴിവിനെ നമ്മളാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ യേശുക്രിസ്തുവിന് സംഭവിച്ചത് നമ്മൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മൾ ഓർക്കണം, യേശുക്രിസ്തു കയറിയ ആ കഴുത. അപ്പം നമ്മളെപ്പോഴും കഴുതയെന്ന് പറയുമ്പോൾ ഒരു വില കുറഞ്ഞ ബുദ്ധിയില്ലാത്ത ജീവിയായിട്ടാണ് കാണുന്നത്. ആ യേശുക്രിസ്തു ആ കഴുതയുടെ പുറത്ത് പോയപ്പോൾ ആ കഴുതയ്ക്ക് തന്നെ വളരെ ഇമ്പോർട്ടൻസ് ആയി. അപ്പം കഴുത തന്നെ വിചാരിച്ചു, ഓ, ഐ ആം സംതിങ്. ആ ഒരു രീതിയിൽ പോയ കഴുത അന്ന് ആ പാം സൺഡേയിൽ ആൾക്കാർ ബഹളം വെച്ച് ആരവം വെച്ച് ആഘോഷിച്ചപ്പോൾ ആ കഴുത വിചാരിച്ചു, എനിക്കും എന്തൊക്കെയോ സവിശേഷതകളുണ്ട്, എനിക്കും എന്തൊക്കെയോ കഴിവുകളുണ്ടെന്ന്. എന്നിട്ട് ആ കഴുതയ്ക്ക് എന്താണ് പിന്നീട് സംഭവിച്ചത്? പിറ്റേ ദിവസം ആ കഴുത നമ്മുടെ രക്ഷകനില്ലാതെ ആ തെരുവിൽ കൂടെ പോയപ്പോഴത്തേക്ക് ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് ഞാൻ പറയാൻ കാരണം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ഫാമിലിയും ഒക്കെ നമ്മുടെ ഒപ്പം നിൽക്കും. പക്ഷേ അതോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ നമ്മൾക്ക് ആരും കാണത്തില്ല. അപ്പോൾ നമ്മളിലുള്ള കഴിവ് മനസ്സിലാക്കി, ഞാൻ യുണീക്കാണ്, എൻ്റെ കഴിവെന്താണ്, അത് മറ്റുള്ളവർ ഒന്ന് താഴ്ത്തിക്കെട്ടിയാൽ മറ്റുള്ളവരുടെ സപ്പോർട്ട് ഇല്ല എങ്കിൽ നശിച്ചു പോകുന്നതല്ല എന്ന് വിചാരിച്ച് ധൈര്യത്തോടെ മുമ്പോട്ട് പോകണം. അതെ, നമ്മളിൽ ഓരോരുത്തരിലുമുള്ള യുണീക്ക്നെസ്സും നമ്മുടെ കഴിവും മനസ്സിലാക്കി അതിൽ വളരാൻ പരിശ്രമിക്കണം. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ.